എന്താണ് ജയം പരമാച്ച ഈ ഒരു സ്പേസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഈ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഞാൻ ആക്ച്വലി ഈ ഒരു ബിസിനസ് ഇതിൽ വന്നിട്ട് ഏകദേശം ഒരു 13 വർഷമായി. അപ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ ഒരു റിയൽ ബിസിനസ്സുകാരൻ ഒരിക്കലും എന്താ പറയുക ഫുൾ ടൈം ഒരു ഒരേ ബിസിനസ് നോക്കി നടക്കുന്നത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമില്ല. എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു ബിസിനസ്സിൽ ഒരുപാട് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ എന്താ പറയുക ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലാതെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാനോ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ആയി നടക്കാൻ താല്പര്യം കൊണ്ടും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ജയം പരമസ എന്ന് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഒരു 7ഓളം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് 7ഓളം കമ്പനികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആക്ടിവിറ്റീസ് മെയിൻ അക്കൗണ്ട്സ് ആണല്ലോ. ഈ അക്കൗണ്ട്സ് എനിക്ക് ഡെയിലി എനിക്ക് പ്രാക്ടിക്കലി അവിടെ നിന്ന് റിവ്യൂ ചെയ്യാനോ അതിൻ്റെ എന്തൊക്കെയാണെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ഓഡിറ്റിംഗ് ടീം ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു മീറ്റിംഗ് റൂം ഉണ്ട്. പിന്നെ പേഴ്സണലി എൻ്റെ ക്യാബിനുണ്ട്. ഈ മീറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടി ബിസിനസ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് എൻ്റർപ്രനേഴ്സ് അങ്ങനെയായിട്ട് ഒരുപാട് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുമായി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു 10 പേർക്ക് ഇരിക്കുക എന്നുള്ള മീറ്റിംഗ് പ്ലേസ് ആണ് ഇതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്.